ഒരാളോടും പറയരുത് വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക അബദ, അല്ലാഹ് നിനക്കൊരിക്കലും പുറത്തു തരൂല എന്ന് നീ ഒരാളോടും പറയരുത്. വലാ യുദ്ഖിലകല്ലാഹുൽ ജന്നത അബദ, അല്ലാഹ് ഒരിക്കലും നിന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കില്ല എന്ന് ആരോടും നീ പറയരുത്. ഫഖുൽതു, അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു, വമൻ അൻത യർഹമുക്കല്ലാഹ്, അല്ലാഹ് താങ്കൾക്ക് കാരുണ്യം ചെയ്യട്ടെ, താങ്കൾ ആരാ? ഫഖാൽ, അദ്ദേഹം എന്നോട് പറഞ്ഞു, അബൂ ഹുറൈറ, ഞാനാണ് സ്വഹാബി വര്യൻ അബൂ ഹുറൈറ. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഇന്നി സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി പറഞ്ഞത് കേട്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ലംലം അൽ ജൂസി പറയുകയാണ്, ഇന്ന ഹാദിഹിൽ കലിമ, നിങ്ങൾ പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, യഖൂലുഹു അഹദുനാ ലി ബഅദി അഹ്ലിഹി ഇദാ ഗളിബ ഔ ലി സൗജതിഹി, ഭാര്യയോടും മക്കളോടും ദേഷ്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ പറയാറുള്ളൊരു വാചകമാണ്. പടച്ചോൻ പൊറുക്കൂല, അല്ലാഹ് സ്വർഗം തരൂല എന്നൊക്കെ ഞങ്ങൾ പരസ്പരം പറയാറുണ്ട്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന റജുലൈനി കാനാ ഫി ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലിലെ രണ്ടുപേരുണ്ടായിരുന്നു. അവരിൽ ഒരാൾ നല്ല മുജാഹിദ്, ഇബാദത്തുകളിൽ പരിശ്രമിക്കുന്ന വ്യക്തി, മറ്റൊരാൾ മുദിനിബ്, തിന്മകൾ സംഭവിച്ചു പോയ ആൾ. ഈ മുജാഹിദ് നമസ്കരിക്കുമ്പോൾ മുദിനിബ് പിരടിയിൽ പോയി ചവിട്ടുകയാണ്. നമസ്കാരം കഴിഞ്ഞപ്പോൾ, സുജൂദിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, ഇത് അല്ലാഹു നിനക്ക് പുറത്തു തരില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ടുപേരും മരിക്കുമ്പോൾ റബ്ബിങ്കൽ വിചാരണ ചെയ്യുമ്പോൾ ചവിട്ടിയ ആളോട് അല്ലാഹ് പറയും, എൻ്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിനക്ക് പുറത്തു തന്നു, നീ സ്വർഗത്തിൽ പോവുക. ആ മുജാഹിദായ മനുഷ്യനോട് അല്ലാഹ് പറയും, നീ നരകത്തിൽ പോയിക്കൊള്ളുക. സഹോദരങ്ങളെ, എന്തേ കാരണം? എത്രയോ കാര്യങ്ങൾക്കെതിരാണ് അദ്ദേഹത്തിൻ്റെ ആ വാചകം. അല്ലാഹു ഗഫൂറാണ്, എല്ലാം പൊറുക്കുന്നവനാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു ഏത് പാപവും പൊറുക്കും. അല്ലാഹു കാരുണ്യവാനാണ് എന്ന എല്ലാ ആശയങ്ങളോടും എതിരായി അല്ലാഹ് പൊറുക്കില്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അയാൾ നരകത്തിൽ പോവുകയാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അല്ലാഹു തന്നെയാണ് സത്യം. ലതകല്ലമ ബികലിമത്തിൻ വാഹിദ, അയാൾ പറഞ്ഞതൊറ്റ വാചകമാണ്, പക്ഷേ ഔബഖത്ത് ദുനിയാഹു വ ആഖിറതഹു, ആ ഒറ്റ വാക്കുകൊണ്ട് ദുനിയാവും പരലോകവും അയാൾക്ക് നഷ്ടപ്പെട്ടു പോയി. അമലുകൾ അല്ലാഹു പൊളിച്ചു കളഞ്ഞു. അല്ലാഹു കാത്ത് രക്ഷിക്കും.